ഹലോ ഹായ്. ഇന്നത്തെ താരം കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ടാവും. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? കോവയ്ക്ക ഇതുപോലെ നല്ല നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മുറിച്ച് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ അതിലിടുക. ഒരു 5-10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വേവിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, സാമ്പാർ പൊടി 2 ടീസ്പൂണോളം ഇടാം കേട്ടോ. ഒന്ന് ഇളക്കുക, ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. ഇതെല്ലാം ഒന്ന് ഇളക്കി വളരെ സ്ലോ ഫ്ലെയിമിൽ തുറന്ന് അങ്ങോട്ട് വേവിക്കുക. നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് എയർ ഫ്രയറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് അതിൻ്റെ ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണതിന് തൊട്ട് മുമ്പ് കുറച്ചും കൂടി സാമ്പാർ പൊടി ഇടാം കേട്ടോ. ഉപ്പൊക്കെ നോക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കോവയ്ക്ക എന്ന് പറഞ്ഞ പച്ചക്കറി നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ അതിൻ്റെ ഗുണങ്ങളുടെ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാവും കേട്ടോ. പക്ഷെ കുറ്റം പറയരുതല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ. ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഇനി ലേശം അലങ്കാരമൊക്കെ ആവാല്ലേ.